നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിനുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 3 മരണങ്ങൾ. 5 പേരെ കാണുവാനില്ല. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമമാർഗം നാട്ടിലെത്തി. കുന്നംകുളം നഗരസഭാ പരിധിയിലെ പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കുന്നു. തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ തുറസായ സ്ഥലങ്ങളിലും പൊതുയിടങ്ങളിലും ഉപേക്ഷിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളെടുക്കാനും തീരുമാനം. പിതാവ് ജ്യൂസിൽ എലിവിഷം നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. ഭാര്യ ഉപേക്ഷിച്ചു പോയതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഇരയായ 7 വയസ്സുകാരി ഋതികയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സാങ്കേതിക നിയമ പരിശോധന നടത്തും. പാരിസ്ഥിതിക അനുമതി ലഭിച്ച വേളയിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ചാണോ പണി നടക്കുന്നതെന്നതിൽ പരിശോധന ഉണ്ടാകും. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂ എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അൻമോൻ റായ്, ബീഹാർ സ്വദേശിയായ സിവിൽ ഫോർമാൻ ബികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശി ഓപ്പറേറ്റർ ചന്ദ്രപാൻ പാൽ എന്നിവരാണ് മരിച്ചത്. 9 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്കായി രാവിലെ തെരച്ചിൽ നടത്തിയിരുന്നു. മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വ്യോമമാർഗം മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലെത്തിക്കും. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്ക്. ആർത്താറ്റ് സ്വദേശികളായ 37 വയസ്സുകാരി സുരഭിയും 12 വയസ്സുകാരനായ മകൻ സൌരവുമാണ് ആക്രമണത്തിന് ഇരയായത്. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഭർത്താവിനൊപ്പം ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയതായിരുന്നു സുരഭിയും മകൻ സൌരവും. ആശുപത്രി അങ്കണത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ തെരുവുനായ ഓടിവന്ന് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവർക്ക് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സ ലഭ്യമാക്കി. ആശുപത്രി പരിസരത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രിയുടെ അകത്തും പുറത്തും നായ്ക്കൾ സ്വൈരവിഹാരം നടത്തുകയാണെന്നും പലപ്പോഴും രോഗികളുടെ കട്ടിലിനടിയിൽ വരെ നായ്ക്കൾ കയറിക്കൂടാറുണ്ടെന്നും പരാതിയുണ്ട്. ഏത് സമയത്തും നായ്ക്കളുടെ കടിയേൽക്കുമെന്ന ഭീതിയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ഇവിടെ എത്തുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു ഇടപെടലുകളും ഉണ്ടാകാത്തത് രോഗികളിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. തെരുവുനായ ശല്യം. നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കുന്നു. തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. നഗരസഭയുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് യോഗം രൂപം നൽകിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കാനുള്ള സുപ്രധാന തീരുമാനം യോഗത്തിലുണ്ടായി. പകരം ഒരു നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കും. പൊതുസ്ഥലങ്ങളിലെ ഭക്ഷണ ലഭ്യതയാണ് നായ്ക്കൾ പെരുകാൻ പ്രധാന കാരണം. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ തുറസായ സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും ഉപേക്ഷിക്കുന്നവർക്കെതിരെ കേരള മുനിസിപ്പൽ ആക്ട് അനുശാസിക്കുന്ന കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണം കൃത്യമായി ഉറപ്പുവരുത്തും. നഗരസഭാ പരിധിയിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റും തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന്റെ മുന്നോടിയായി ABC നിയമം അനുശാസിക്കുന്ന പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ചാവക്കാട് നഗരസഭ നിലവിൽ നടപ്പിലാക്കിയ ABC സെന്ററിലേക്ക് കുന്നംകുളം നഗരസഭയിലെ തെരുവുനായ്ക്കളെ കൂടി ഉൾപ്പെടുത്തുന്നതിനായി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടും.
കൂടാതെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ തെരുവുനായ പരിപാലന മാതൃകകൾ സന്ദർശിച്ച് പഠിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ചെയർപേഴ്സന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, ടി സോമശേഖരൻ, ആർഷ ജിജു എന്നിവർ പങ്കെടുത്തു. കൂടാതെ കൌൺസിലർമാരായ ശ്രീജിത്ത്, ഷാജി ആലിക്കൽ, സോമൻ ചെറുകുന്ന്, ഷനൂഫ്, ഗീത ശശി, ലബീബ് ഹസൻ എന്നിവരും വെറ്റിനറി ഡോക്ടർമാർ, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട്, നഗരസഭാ സെക്രട്ടറി, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. പെരുമ്പിലാവിൽ അച്ഛൻ എലിവിഷം നൽകിയ 7 വയസ്സുകാരി മരിച്ചു. ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവിന്റെ മകൾ ഋതികയാണ് മരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 2:15 മരിച്ചത്. കുട്ടിയുടെ മൂത്ത സഹോദരൻ ഋധിനും എലിവിഷം ഉള്ളിൽ ചെന്ന ചികിത്സയിലാണ്. ഭാര്യ പിണങ്ങിപ്പോയ മനോവിഷമത്തിലാണ് മുത്തു മക്കൾക്ക് വിഷം നൽകിയ ശേഷം സ്വയം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കഴിഞ്ഞ 5-ാം തീയതി പെരുമ്പിലാവ് മൂക്കിലപ്പീടികയിലുള്ള മുത്തുവിന്റെ സഹോദരി കവിതയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കുട്ടികൾക്ക് കുടിക്കാൻ നൽകിയ ജ്യൂസിൽ ഇയാൾ എലിവിഷം കലർത്തി നൽകുകയായിരുന്നു. മക്കൾ ഇത് കഴിച്ചതിന് പിന്നാലെ മുത്തുവും ഇതേ വിഷം കഴിച്ച് ജീവൻ ഒടുക്കാൻ തുനിഞ്ഞു. ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ കഴിയവേ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയിരുന്നു. സംഭവത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ചൊവ്വാഴ്ച രാവിലെ പെരുമ്പിലാവിലെ വീടിന് സമീപത്ത് വെച്ചാണ് കുന്നംകുളം പോലീസ് ഇയാളെ വീണ്ടും പിടികൂടിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിച്ച VBG റാംജി പദ്ധതി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ തൃശൂരിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ദേശീയ കർഷക തൊഴിലാളി നിയമം രൂപീകരിക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക, തൊഴിലുറപ്പ് ദിനങ്ങൾ 200 ആക്കുക, കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കുക, VBG റാംജി പദ്ധതി പിൻവലിക്കുക, ദേശീയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 6000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ഭൂരഹിതർക്ക് ഭൂമി നൽകുക, SC/ST കുടുംബങ്ങൾക്ക് വീടും ഭൂമിയും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ നിരവധി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് അവരെ ഈ പറയുന്ന അടിമത്തത്തിൽ നിന്ന് ഒന്നല്പം അവരെ മോചിപ്പിക്കാൻ, ഒരു വർഷം 100 തൊഴിലെങ്കിലും കൂലിപ്പണിയെങ്കിൽ കൂലിപ്പണി, 100 തൊഴിലെങ്കിലും ലഭിക്കാവുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടത്. ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ KV ഇന്ദുലാൽ, PS ജയൻ, KC ശിവരാമൻ, MR സോമനാരായണൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിൻ ചന്ദ്രൻ, PM നിക്സൺ, CK ദാസൻ, MA വേലായുധൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നജീറ നൂറുദ്ദീൻ, KK സുധീർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TC മോഹൻ, CM ഷീജൻ, സജീവൻ മാക്കൂത്ത്, ഷംസു ഗുരുവായൂർ, PV സുധീർ എന്നിവർ നേതൃത്വം നൽകി. ഓപ്പറേഷൻ തൂഫാനെ അനുകൂലിച്ച് സംസാരിച്ചതിന് യുവാവിന്റെ കാൽ തല്ലിയൊടിച്ചതായി പരാതി. വരവൂർ തച്ചോടിയിൽ ഹമീദാണ് ആക്രമണത്തിന് ഇരയായത്. പ്രതികളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയിൽ വരവൂർ വളവിൽ ലോകകപ്പ് മത്സരം കാണുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. പോക്സോ കേസിൽ പ്രതിയായ യാസർ അറഫത്തും കഞ്ചാവ് കേസിൽ പ്രതി യൂനസും ചേർന്ന് മർദ്ദിച്ചത്. ഇടിക്കട്ട ഉൾപ്പെടെയുള്ള മാരക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഹമീദിന്റെ കാലിന്റെ എല്ലിന് പൊട്ടലുണ്ടാവുകയും ചുണ്ടിന് മുറിവേൽക്കുകയും ചെയ്തു. ഹമീദ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികളോട് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിനെതിരെ ഹമീദ് സംസാരിക്കുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് ഇന്നലെ രാത്രി 10 മണിയോടെ പ്രതികൾ ഹമീദിനെ ആക്രമിച്ചത്. ഇന്നത്തെ കാലത്ത് ഒരാളെ ഉപദേശിക്കാൻ പറ്റില്ല. ഉപദേശത്തിന്റെ ഫലം എനിക്ക് കിട്ടി. കഞ്ചാവ് കേസിലെ പ്രതിയായ റിമാൻഡിൽ പോയ യൂനസും യാസർ എന്ന് പറയുന്ന പോക്സോ കേസിലെ പ്രതിയും ചേർന്ന് എന്നെ മാരകമായി തല്ലി ചതച്ചതിൻ്റെ കാലിൻ്റെ എല്ല് പൊടിക്കുകയും എൻ്റെ ചുണ്ടടിച്ച് പൊട്ടിക്കുകയും എൻ്റെ കയ്യിനും കാലിനും മാരകമായ പരിക്കേൽപ്പിച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കൊടുക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വേണമെന്ന് വിനയപുരുഷനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനായി ഒരുക്കിയ വൈദ്യുതി അലങ്കാരത്തിന്റെ ലൈറ്റുകൾ തകർന്നു വീണു. ആർക്കും പരിക്കില്ല.
രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പള്ളിയുടെ മുൻവശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന അലങ്കാര ഭാഗമാണ് നിലം പതിച്ചത്. തുടർന്ന് ജീവനക്കാർ എത്തി പുനർനിർമ്മാണം ആരംഭിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം 1970-ൽ അഗ്നിക്കിരയായപ്പോൾ മികച്ച സേവനം നടത്തിയ കോമത്ത് നാരായണ പണിക്കരുടെ ശതാഭിഷേക ആഘോഷവും സമാദരണ സദസ്സും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷനായി. ക്ഷേത്രത്തിലെ തീപിടുത്തം ആദ്യം കണ്ട നാരായണ പണിക്കരുടെ ഇടപെടലാണ് അഗ്നിബാധയുടെ വ്യാപ്തി കുറച്ചത്. 200ഓളം തീർത്ഥയാത്രകളിലൂടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സന്ദർശിച്ച നാരായണ പണിക്കർ രചിച്ച പുണ്യദർശന യാത്ര എന്ന പുസ്തകം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പ്രകാശനം ചെയ്തു. ആചാര്യ CP നായർ പുസ്തകം പരിചയപ്പെടുത്തി. സ്വാമി സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി സമയാനന്ദ സരസ്വതി, സ്വാമി നിഖിലാനന്ദ സരസ്വതി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ DM വാസുദേവൻ, അരവിന്ദൻ പല്ലത്ത്, രാമനാഥൻ ഗുരുവായൂർ, KK ഗോവിന്ദദാസ്, R നാരായണൻ, കിഴിയടം രാമൻ നമ്പൂതിരി, ശോഭ ഹരിനാരായണൻ, സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, N ഷാജി, P സുനിൽകുമാർ, മുള്ളത്ത് വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കടൽക്ഷോഭം ശക്തമായ അണ്ടത്തോട് തങ്ങൾപ്പടി ബീച്ചിൽ തഹസിൽദാർ സന്ദർശനം നടത്തി. ചൊവ്വാഴ്ച 4 മണിയോടെയാണ് അണ്ടത്തോട് പെരിയമ്പലം മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായത്. ഇവിടങ്ങളിൽ 500 മീറ്ററോളം തീരം കടലെടുത്തിരുന്നു. തീരസംരക്ഷണത്തിന്റെ ഭാഗമായി പെരിയമ്പലം അണ്ടത്തോട് കടൽഭിത്തി പണികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് കല്ലിടാത്ത സ്ഥലങ്ങളിൽ കടൽ തീരം എടുത്തത്. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസന്റെ നേതൃത്വത്തിലാണ് ചാവക്കാട് തഹസിൽദാർ ബാബു സന്ദർശനം നടത്തിയത്. അടിയന്തരമായി ഈ മേഖലയിലെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ജില്ലാ കളക്ടറോടും തഹസിൽദാറോടും ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ KH ആബിദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറയ്ക്കൽ എന്നിവരും സന്ദർശന സമയത്ത് ഉണ്ടായിരുന്നു. തുടർന്ന് മന്നലാംകുന്ന് വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കുന്ന AKG റോഡ് ഭാഗങ്ങളിലും സന്ദർശനം നടത്തി. മേഖലയിലെ ദുരിതത്തെക്കുറിച്ച് MV അബ്ദുൾ സമദ് തഹസിൽദാർക്ക് കാര്യങ്ങൾ വിവരിച്ചു നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കും JLG അംഗങ്ങൾക്കും പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സബിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ പുഷ്പ, സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, CDS അംഗം ആശ സുധീഷ്, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് മഞ്ജുഷ, കുടുംബശ്രീ കൃഷി കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ സജിനി സഞ്ജയ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് കോടതി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗം ചേർന്നു. കോടതിയിലേക്ക് ഫർണിച്ചർ വാങ്ങുന്നതിന് MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ NK അക്ബർ അനുവദിച്ചു. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ NK അക്ബർ MLA അധ്യക്ഷനായി. സ്പെഷ്യൽ പോക്സോ ജഡ്ജ് R സുരേഷ് കുമാർ, ചാവക്കാട് പ്രിൻസിപ്പൽ മുൻസിഫ് അരവിന്ദ് SJ എന്നിവർ സംബന്ധിച്ചു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഓഗസ്റ്റ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുവാനെത്തുമെന്നും അതിനു മുന്നോടിയായി കോടതിയുടെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കണമെന്നും ജഡ്ജ് R സുരേഷ് കുമാർ പറഞ്ഞു. ജില്ലാ ജഡ്ജിയുടെ അഭ്യർത്ഥന പ്രകാരം കോടതിയിലേക്ക് ആവശ്യമായ ഫർണിച്ചർ വാങ്ങുന്നതിന് 25,85,172 രൂപ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് NK അക്ബർ യോഗത്തെ അറിയിച്ചു. വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കൽ, ജനറേറ്റർ ഇൻസ്റ്റലേഷൻ, ഫയർ NOC എന്നിവ അടിയന്തരമായി ലഭ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA നിർദ്ദേശം നൽകി. കോടതി കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചയിൽ വിപുലമായ രീതിയിൽ സ്വാഗത സംഘം യോഗം വിളിച്ചു ചേർക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോബി ഡേവിഡ്, അഭിഭാഷക ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് TR അജിത് കുമാർ, ഗവൺമെന്റ് പ്ലീഡർ KR രജിത് കുമാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായ സിജു മുട്ടത്ത്, PS ബിജു, APP ദീപ, പ്രവീൺ, ബിൽഡിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനി, ബാർ അസോസിയേഷൻ പ്രതിനിധികൾ, കോടതി ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, കരാറുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയുടെ അംഗൻവാടികൾക്കുള്ള കളിപ്പാട്ട വിതരണം നടന്നു. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, R ഷാജു, വിവിധ കൌൺസിലർമാർ, ICDS ഉദ്യോഗസ്ഥർ, അംഗൻവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ സർഗാത്മകതയും വിനോദവും വർദ്ധിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 48 അംഗൻവാടികൾക്ക് കൈമാറിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ പ്രിയ ടീമുകളായ ബ്രസീലും പോർച്ചുഗലും അപ്രതീക്ഷിതമായി ടൂർണമെന്റിൽ നിന്ന് പുറത്തായതോടെ നിരാശയിലായത് ആരാധകർ മാത്രമല്ല, വിപണിയും കൂടിയാണ്. ലോകകപ്പ് സീസൺ ലക്ഷ്യമിട്ട് വലിയ തോതിൽ മുൻകൂട്ടി വ്യാപാരം നടത്തിയ ചെറുകിട കച്ചവടക്കാരുടെ പ്രതീക്ഷകൾക്കാണ് ഇതോടെ ചുവപ്പുകാർഡ് ലഭിച്ചിട്ടുള്ളത്. വൻകിടക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് പ്രതീക്ഷിച്ചുള്ള ജേഴ്സി, കൊടി, ഫ്ലക്സ്, ഫോട്ടോ തുടങ്ങിയ
ലോകകപ്പ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. വെറും 2 ദിവസം കൊണ്ടാണ് സജീവമായിരുന്ന വിപണിക്ക് മങ്ങലേറ്റത്. വ്യാപാരികൾ സാധാരണയായി ലോകകപ്പ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് വലിയ ആവശ്യക്കാർ ഉണ്ടാകാറുള്ളത്. ടീമുകൾ മുന്നേറുന്നതിനനുസരിച്ച് വിൽപ്പനയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി ചെറുകിട വ്യാപാരികളും അച്ചടിശാലകളും മുൻകൂട്ടി സ്റ്റോക്ക് ഒരുക്കുക പതിവാണ്. എന്നാൽ ഈ 2 വൻകിട ടീമുകളും ടൂർണമെന്റിൽ നിന്നും പുറത്തായതോടെ ആരാധകർ അനുബന്ധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പൂർണ്ണമായി പിന്മാറി. വിറ്റഴിക്കാനാകാതെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുകൾ വ്യാപാരികളെ വലിയ ആശങ്കയിലാക്കുകയാണ്. തെരുവു കച്ചവടക്കാരും ചെറുകിട അച്ചടിശാലകളും ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് വലിയ സാമ്പത്തിക തിരിച്ചടിയായി മാറി. അതേസമയം നിലവിലെ വിപണി മാന്ദ്യത്തിനിടയിലും ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച സ്പെയിൻ, ബെൽജിയം, മൊറോക്കോ, നോർവേ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളുടെ കൊടിയും ജേഴ്സിയും അന്വേഷിച്ച് പുതിയ ആരാധകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി നടന്ന അർജന്റീന, ഈജിപ്ത് മത്സരത്തിൽ നിന്നും മിന്നും വിജയം നേടി അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയതും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഫൈനൽ മത്സരങ്ങൾ അടുത്തെത്തുന്നുണ്ടെങ്കിലും വിപണിയിൽ പതിവ് ലോകകപ്പ് ആവേശം ഇപ്പോഴും പ്രകടമല്ല. ശേഷിക്കുന്ന ടീമുകളുടെ പ്രകടനവും ഫൈനൽ പോരാട്ടവും ആശ്രയിച്ചാണ് വ്യാപാരികളുടെ ബാക്കി പ്രതീക്ഷകൾ. എന്നാൽ ഇതിനകം നേരിട്ട വലിയ നഷ്ടം നികത്താൻ പുതിയ ട്രെൻഡ് മതിയാകില്ലെന്ന ആശങ്കയാണ് ചെറുകിട കച്ചവടക്കാർക്കുള്ളത്. ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം കൈമാറുന്ന 1 ഗോൾ 1 ട്രീ പ്രചരണത്തിൽ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ വിദ്യാർത്ഥികളും പങ്കാളികളായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫാദർ ജേക്കബ് പീനിക്കപ്പറമ്പിൽ CMI, കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ കൈമാറി. ഓരോ ഗോളിനും ഓരോ വൃക്ഷം നട്ടുപിടിപ്പിക്കുക എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഫാദർ ജേക്കബ് പീനിക്കപ്പറമ്പിൽ പറഞ്ഞു. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. സ്കൂൾ പരിസരത്തും വീടുകളിലും നട്ടുപിടിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ചാവക്കാട് കോൺഗ്രസ് നേതാവും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായിരുന്ന KS ദാസൻ അനുസ്മരണ സമ്മേളനം മണത്തല മുല്ലത്തറയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനാകും. KP നൌഷാദ് അലി MLA മുഖ്യാതിഥിയാകും. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി അനുസ്മരണ പ്രഭാഷണവും UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആദരവും നടത്തുമെന്ന് KS ദാസൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ C മുസ്താഖ് അലി, PA നാസർ, KM ഇബ്രാഹിം, KD വീരമണി, ER സോമൻ, CP കൃഷ്ണൻ എന്നിവർ അറിയിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ ഫിൽട്ടർ സമർപ്പിച്ചു. CGPA കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് PC ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് പരമേശ്വരൻ, CGPA അംഗങ്ങളായ T അംബുജാക്ഷൻ, PI സുബ്രഹ്മണ്യൻ, M സുധാ മാരാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകരായ അമ്പിളി സ്വാഗതവും ബീന നന്ദിയും പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടപ്പാക്കി വരുന്ന സമൂഹത്തിൽ വയോജനങ്ങളുടെ ദൌത്യം എന്ന പദ്ധതി പ്രകാരമാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ ഫിൽട്ടർ നൽകിയത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 224-ാം ഓർമ്മ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 9 വ്യാഴാഴ്ച രാവിലെ 7:15 വിശുദ്ധ കുർബാനയോടെ ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമാകും. അന്നേ ദിവസം വൈകിട്ട് 3:45 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിയിൽ നിന്നും തൊഴിയൂരിലെ ബാവയുടെ ഖബറിങ്കലേക്ക് പദയാത്രയുമുണ്ടാകും. 5 മണിക്ക് അഞ്ഞൂർ മാർ ബഹനാൻ ചാപ്പലിൽ നിന്നും ഘോഷയാത്ര, 6 മണിക്ക് അനുസ്മരണ സമ്മേളനം എന്നിവ ഉണ്ടാകും. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ സാമുവൽ മോർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. മോർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത മുഖ്യപ്രഭാഷണം നിർവഹിക്കും. തുടർന്ന് 7 മണിക്ക് പെരുന്നാൾ സന്ധ്യാ നമസ്കാരം, ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, കൈമുത്ത്, ആശീർവാദം, അത്താഴ സദ്യ എന്നിവയും നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ ഒമ്പതിന്മേൽ കുർബാന, തുടർന്ന് മാർ ബഹനാൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ശ്ലൈഹിക വാഴ്വ്, കൈമുത്ത്, തുടർന്ന് പൊതുസദ്യ എന്നിവയും ഉണ്ടാകുമെന്ന് സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ആത്മായ ട്രസ്റ്റി ഗീവർമാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, ഓർമ്മ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ചെയർമാനും ഇടവക വികാരിയുമായ ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പിള്ളി, ജനറൽ കൺവീനറും ഇടവക സെക്രട്ടറിയുമായ ജോഷി ജോസ് തുടങ്ങിയവർ അറിയിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവായ പരിശുദ്ധ അബ്രഹാം മാർ കുറിലോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ, അത് 224-ാമത് ഓർമ്മ പെരുന്നാളായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജൂലൈ 9, 10 തീയതികളിലെ
മലബാർ സൗന്ദര്യശ്രീ സഭയുടെ ആസ്ഥാനമായ തൊഴിയൂർ സെൻറ്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിൽ പൂർവാധികം ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്നുണ്ട്. സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ സുനിൽമാർ ബെസേലിയോസ് സുത്രപതി മനസ്സുകൊണ്ട് പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതായിരിക്കും. നാളെ വൈകിട്ട് പരിശുദ്ധവാമനെ കുറിച്ചുള്ള അനുസ്മരണ സമ്മേളനവും കൂടെ മദ്രാസ് ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കലാനിധി ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ 30ാം വാർഷികവും പുരസ്കാര വിതരണവും ജൂലൈ 11-12 തീയതികളിൽ ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയലോപ്പിള്ളി ശ്രീധര മേനോൻ സ്മൃതി സാഹിത്യ പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. കവി പ്രഭാവർമ്മ, എഴുത്തുകാരി ഗിരിജ നായർക്കും ഉൾപ്പെടെ ഉള്ള പ്രഗത്ഭർക്കാണ് പുരസ്കാരങ്ങൾ. നോവലിസ്റ്റ് ഉണ്ണി ഭാസുരിക്ക് 25,000 രൂപയുടെയും പരിസ്ഥിതി പ്രവർത്തകൻ PV ദിവാകരന് 11,111 രൂപയുടെയും പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 11-ാം തീയതി രാവിലെ 10-ന് ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ വാർഷിക പരിപാടികൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1:30-ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കും. കലാപരിപാടികൾ, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം, വൃക്ഷത്തൈ വിതരണം എന്നിവയും ഉണ്ടാകും. 12-ന് നടക്കുന്ന സമാപന സമ്മേളനം കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. കവി പ്രഭാവർമ്മ മുഖ്യാതിഥിയാകും. കലാനിധി ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ, ഉണ്ണി ഭാസുരി, PV ദിവാകരൻ, SR രമ്യ, പ്രവീൺ ഏണിക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ തൈക്കാട് ഭഗത് സിംഗ് ഗ്രൗണ്ട് റോഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. പരിഹാരമായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിനിരുവശവും കാടുപിടിച്ച് കിടക്കുകയാണ്. ഇതാണ് ഈ പരിസരത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നത്. ചാക്കുകളിലും മറ്റുമായി ടൺ കണക്കിന് മാലിന്യമാണ് റോഡിന്റെ ഇരുവശങ്ങളിലായി നിക്ഷേപിച്ചിട്ടുള്ളത്. കൂടാതെ സ്ഥിരമായി ഈ പ്രദേശത്ത് ശുചിമുറി മാലിന്യവും തള്ളുന്നുണ്ട്. നഗരസഭയിൽ നിരന്തരം പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്ന് 3 വർഷം മുമ്പ് നാട്ടുകാർ പ്രദേശത്തെ കാടുവെട്ടി തെളിക്കുകയും മാലിന്യം നീക്കം ചെയ്യുകയും നടത്തിയിരുന്നു. പിന്നീടുള്ള 1 വർഷത്തോളം നഗരസഭ ഈ പ്രദേശം കൃത്യമായി പരിപാലിച്ചിരുന്നു. എന്നാൽ 1 വർഷത്തോളമായി നഗരസഭ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ശുചിമുറി മാലിന്യം നിക്ഷേപിക്കുന്നതിനാൽ തൊഴിലാളികൾ ഈ പ്രദേശത്ത് ഇറങ്ങാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന് പരിഹാരമായി അടിയന്തരമായി പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇപ്പൊ ഈ 2 സൈഡിലും കക്കൂസ് മാലിന്യം അടിക്കുന്നതുകൊണ്ട് നഗരസഭയിലെ തൊഴിലുറപ്പിലെ സ്ത്രീകൾ ഇവിടെ വൃത്തിയാക്കുന്നില്ല. അവർക്ക് ഈ വെള്ളം ആ വഴിക്ക് പോകുന്നതുകൊണ്ട് അവര് ഈ സാധനം വെട്ടി വൃത്തിയാക്കാണ്ട് ഇപ്പൊ പിന്നെ രണ്ടാമതും വേസ്റ്റ് കൊടുന്ന് ആൾക്കാർ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു CCTV വെക്കലാണ് ഞങ്ങളുടെ ആവശ്യം. ഈ CCTV വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ വേസ്റ്റ് ഇടലും ഈ കക്കൂസ് മാലിന്യം അടിക്കലും നിന്ന് കിട്ടും. മാലിന്യത്തിലൂടെയുള്ള ദുർഗന്ധം കാരണം പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതം ദുസ്സഹമായി. അടിയന്തരമായി നഗരസഭ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. മുല്ലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന വായനാ പക്ഷാചരണ ചടങ്ങുകൾക്ക് സമാപനമായി. മുല്ലശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ വെച്ച് നടന്ന സമാപന യോഗം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം VB സുധീർ, ലൈബ്രറി കൌൺസിൽ ചാവക്കാട് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, മുല്ലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KN മനോജ്, പ്രധാനാധ്യാപിക സിസ്റ്റർ പോളിൻ, വായനശാല പ്രസിഡന്റ് നൂമി ബൈജു, സെക്രട്ടറി CA ബാബു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗവും എഴുത്തുകാരിയുമായ ദിൽന ധനേഷ് കുട്ടികളുമായി പുസ്തക സംവാദം നടത്തി. ചടങ്ങിൽ അമ്മ വായന മത്സരവും കുട്ടികളുടെ വായനാ മത്സരവും സംഘടിപ്പിച്ചു. വിജയികൾക്ക് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പ്യൂപ്പിൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡർ, ഹൌസ് ക്യാപ്റ്റൻസ് എന്നിവരുടെ സ്ഥാനാരോഹണം നടന്നു. സ്കൂൾ പീപ്പിൾ ലീഡറായി മുഹമ്മദ് നാജിഹും അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡറായി നവനീത് R നായരും സ്ഥാനമേറ്റു. എമറാൾഡ്, റൂബി, സഫയർ, ടോപ്പാസ് എന്നീ ഹൌസുകളുടെ ക്യാപ്റ്റന്മാരായി KU വസുധ, VK മുഹമ്മദ് അമീൻ, A അതുൽ, K മഹിദർ എന്നിവരും വൈസ് ക്യാപ്റ്റന്മാരായി VK ലെമിൻ മുഹമ്മദ്, ആന്റി ബിബിൻ, B നിഹാരിക, ലെന മരിയ സിജോ എന്നിവരും സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചുമതലയേറ്റു. പ്രിൻസിപ്പൽ ഷേബ ജോർജ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. മാനേജ്മെന്റ് പ്രതിനിധി ഫാദർ ആൻഡ്രൂസ് OIC സ്കൂൾ പതാക ലീഡേഴ്സിന് കൈമാറി. പ്രിൻസിപ്പൽ വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയ ബാഡ്ജുകൾ, സാക്ഷ്യകൾ എന്നിവ അണിയിച്ചു. ഹൌസ് ഇൻചാർജ് ടീച്ചേഴ്സായ പാർവതി K വിജയ്, KP രജനി, സുജിന സുകുമാരൻ, MG ജിജി എന്നിവർ ഹൌസ് ക്യാപ്റ്റന്മാരെ ബാഡ്ജുകൾ അണിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ സനൂപ് സാമുവൽ, PD ഷാൻറ്റി എന്നിവർ നേതൃത്വം നൽകി. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ വിജയം കൈവരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന
ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് അഭിമാനം, മികവേകും പഞ്ചായത്തിന്റെ ആദരം എന്ന ചടങ്ങ് ജൂലൈ അവസാന വാരത്തിൽ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് കെ ജയശങ്കർ അറിയിച്ചു. സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിക്കും. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളും LSS, USS, NMS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളും കലാകായിക സാംസ്കാരിക പരിപാടികളിലെ പ്രതിഭകളും പേരും വാർഡ് നമ്പറും ഫോൺ നമ്പറും ഫോട്ടോയും സഹിതം അപേക്ഷ നൽകണം. മറ്റ് വിദ്യാർത്ഥികൾ അവരുടെ പേര് വിവരങ്ങളും ജയിച്ച കോഴ്സും ഫോൺ നമ്പറും വാർഡ് നമ്പറും നൽകണമെന്നും വിദ്യാർത്ഥികളും പ്രതിഭകളും അതാത് വാർഡ് മെമ്പർമാരുടെ കൈവശം വിവരങ്ങൾ ജൂലൈ 13-നുള്ളിൽ നൽകേണ്ടതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശവും ജൂലൈ 8 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, മാസ്തകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 11 ദിവസങ്ങളിലായി നടക്കുന്ന പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ P. ബാലകൃഷ്ണ ഭട്ടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖ താന്ത്രികാചാര്യന്മാർ, വൈദിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭുവായ ശിവനുമുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് തലക്കോട്ടുകര ശിവക്ഷേത്രം. പ്രതിഷ്ഠയായ ശിവനും സ്വയംഭുവായ ശിവനും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുക. ജൂലൈ 18 ശനിയാഴ്ച സമാപന ദിവസം രാവിലെ മുതൽ ഗണപതി ഹോമം, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, ഉഷപൂജ, സഹസ്രകലശം, പരികലശാഭിഷേകം, വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ സ്വയംഭൂ ശിവനായും, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, പ്രോക്തശാന്തി ശൈലാഭിഷേകം, പാണി, തത്വകലശാഭിഷേകം, കർപ്പൂരാദി പരികലശാഭിഷേകം, വലിയ പാണി, കുംഭേശകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി എന്നീ കർമ്മങ്ങൾ പ്രതിഷ്ഠയായ ശിവനായും നടത്തും. സമാപന ദിവസം രാവിലെ 11 മണി മുതൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവുമുണ്ടാകും. 63 വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ചെലവുകൾ വഹിക്കുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. ക്ഷേത്രമേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത് നമ്പൂതിരി എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികരാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PK സുനിൽ, TR സജീവ്, മാധവ മേനോൻ, PM പ്രദീപ് എന്നിവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്കൂൾ തലത്തിൽ നടത്തിയ അലിഫ അറബിക് ടാലന്റ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കായുള്ള സമ്മാനദാനം നടന്നു. UP വിഭാഗത്തിൽ യഥാക്രമം മുഹമ്മദ് ഷയാൻ, നവീദ്, റിസ്വാൻ, ഷെഹ്സാൻ, ഫർഹ എന്നിവരും, LP വിഭാഗത്തിൽ ഷെഹ്സാന, റൈഹ ഫാത്തിമ, ബിലാൽ, തൻഹ, ഗാസി എന്നിവരും വിജയികളായി. പ്രധാന അധ്യാപിക PK റംല ബീവി അനുമോദന പ്രസംഗം നടത്തി. അറബിക് അധ്യാപകൻ MK അബ്ദുൾ സലീം, ലീഡർ ഉമ്മുൽ ഹയ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിട പറയാം ലഹരിയോട് കാത്തുസൂക്ഷിക്കാൻ നമ്മെ തന്നെ എന്ന പരിപാടിയുടെ സ്കൂൾ തല ഉദ്ഘാടനം പഴഞ്ഞിയിൽ നടന്നു. മാർ ബസേലിയോസ് LP സ്കൂളിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ SI B സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനയുടെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുന്നംകുളം ഏരിയ സെക്രട്ടറി TA അഷ്റഫ് ബ്രോഷർ കൈമാറി. സ്കൂൾ പ്രധാന അധ്യാപകൻ G. ജോർജ്, PTA പ്രസിഡന്റ് സോണി സക്കറിയ, MPTA പ്രസിഡന്റ് അഞ്ജു സുധീഷ്, വാർഡ് മെമ്പർ ജിൻസി സജു, സംഘടനാ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു, അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, KT സിസി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലഹരി വിരുദ്ധ ക്വിസിലെ വിജയികൾക്ക് വൃക്ഷത്തൈയും മെഡലും സമ്മാനമായി നൽകി. പദ്ധതിയുടെ ഓർമ്മമരം സ്കൂളിന് കൈമാറി. ലഹരിക്കെതിരെ വിവിധ വർണ്ണങ്ങളിലുള്ള ഛായങ്ങൾ കയ്യിൽ പകർത്തി ക്യാൻവാസിൽ കൈപ്പത്തി പതിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം ഓഗസ്റ്റ് 12 നടത്തും. രാവിലെ 11:30 മുതൽ റോച്ചസ്റ്ററിലെ മിഡ്വോ നദീതീരത്താണ് അഭിജിത്ത് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരമ്പരാഗത രീതിയിൽ ബലിതർപ്പണ ചടങ്ങ് നടത്തുക. ബലിതർപ്പണത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് തിലഹവനം, പിതൃപൂജ, സായുജ്യ പൂജ, സുകൃത ഹോമം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും.
വടക്കേ വെള്ളിയല്ലം വിഷ്ണുരവി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ തിലഹവനവും താഴൂർമന ഹരിനാരായണൻ തിരുമേനിയുടെ മേൽനോട്ടത്തിൽ സായുജ്യ പൂജയും സുകൃത ഹോമവും നടക്കും. ബലിതർപ്പണത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് കെൻഡ് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും വഴിപാടുകൾ നടത്താനും അവസരമുണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,245 രൂപ, പവന് 1,05,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം മറ്റമിമ്മട്ടി വർഗീസ് നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. അൽഫോൺസ ഭാര്യയും ജെബി വർഗീസ് എന്നിവർ മക്കളുമാണ്. പാറന്നൂർ എടക്കളത്തൂർ റിട്ടയേർഡ് റവന്യൂ വകുപ്പ് ജീവനക്കാരൻ ജെയ്സൺ നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തും. മേഴ്സി ഭാര്യയും ജിൽഷ, ജ്യോതിഷ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേപ്പുറം പുലിക്കോട്ടിൽ പരേതനായ അപ്പാപ്പുവിന്റെ മകൻ ജോൺസൺ നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ഓമനയാണ് ഭാര്യ. ജിസ്നി, ജിഷ്ന എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പരേതനായ പൂവത്തിങ്കൽ അന്തോണി മകൻ തോമസ് നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പരേതയായ ബേബി ഭാര്യയും ടിൻസി മകളുമാണ്. കുന്നംകുളം അഗതിയൂർ കുട്ടംകുളങ്ങര വീട്ടിൽ ഷീല നിര്യാതയായി 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തി. ജയൻ ഭർത്താവും തുഷാർ, തൃഷ്ണ, ശില്പ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വയനാട് ആനക്കാംപോയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിനുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 3 മരണങ്ങൾ. 5 പേരെ കാണാനില്ല. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമമാർഗം നാട്ടിലെത്തി. കുന്നംകുളം നഗരസഭാ പരിധിയിലെ പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കുന്നു. തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ തുറസായ സ്ഥലങ്ങളിലും പൊതുയിടങ്ങളിലും ഉപേക്ഷിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളെടുക്കാനും തീരുമാനം. പിതാവ് ജ്യൂസിൽ എലിവിഷം നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. ഭാര്യ ഉപേക്ഷിച്ചു പോയതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഇരയായ 7 വയസ്സുകാരി ഋതികയാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.